പിന്നെ കാണാം. നീ ബോംബെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലടാ. കൊണ്ടുവന്നിട്ടുണ്ടാ. ഭയങ്കര ക്ഷീണം. ഞാൻ ഒന്ന് കിടക്കട്ടെ. നാളെ കാണാം. ശരിയുടെ മച്ചനെ നോക്കുന്ന. പിന്നെ എങ്ങനെയുണ്ടോ നിന്റെ അടുത്ത് പഠിത്തമൊക്കെ? എന്തോ പറയണ്ട, തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജയിച്ച്. പിന്നെ തട്ടിമുട്ടി. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ജയിക്കുന്നു. എന്താ ചെയ്യാനാ? എൻ്റെ ദൈവം, എൻ്റെ ഫേസ്ബുക്കിൽ ഓഫർ തരല്ലേ. ചേട്ടാ ഇവന് ഈ ഫേസ്ബുക്കിന്റെ വിചാരം മാത്രമേ ഉള്ളല്ലോടാ. നടക്കടാ, അവന്റെ ഒരു കാര്യം നടക്കും. അത് നടക്കടാ. അതാനിയല്ലേടാ അത്? ഏതാനി? നിനക്കെന്നെ പ്രാന്താണ്. അതെന്റെ കൂടെ ബോംബെ പഠിച്ച കൂട്ടുകാരിയുടെ അനിയത്തിയാ. അതോ സൂപ്പർ ആണല്ലോടാ. ഞാനിപ്പം വരാം, നിങ്ങളിവിടെ നിൽക്ക്. അച്ഛനെ ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തടാ. അതാ ഞങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തടാ. എടാ ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത് അവിടെ മുമ്പിൽ വെച്ച്. ഇല്ല വിശ്വസിക്കാലോ അല്ലേ? ശരി എന്നാ ബാ. ഇന്ന് എനിക്കൊരു ലൈക്ക് കൂടെ വീഴ്. ആനി അർജുൻ നല്ല ചേർച്ച. ആനി ഷമീർന്നും കൊള്ളാം. അത് വേണ്ട. ഹായ് ആനി. ആനി ആളാകെ മാറിപ്പോയല്ലോ. അതെ അതെങ്ങനെ നിനക്കറിയോടാ? പൊട്ടന്മാരെ. മെൽവിൻ എന്താ ഇവിടെ? അല്ല, എന്റെ നാട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ എന്താ ഇവിടെ എന്ന്. അല്ല, താനെന്താ ഇവിടെ? ഇന്ന് അപ്പച്ചന്റെ ഓർമ്മ ദിവസമാണ്. ഓഹോ, ഇതൊക്കെ ആരാ? ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഇത് അർജുൻ, ഇത് ഷമീർ. ആനി ഫേസ്ബുക്കിലുണ്ടാ? ഇല്ല. ഇനി ഒരാൾ കൂടിയുണ്ട്, സൂരജ്. അവനെ കാണാൻ ഇറങ്ങിയതാ. സൂരജോ? എനിക്ക് സൂരജിനെ അറിയാവോ? സൂരജിനെ പോലെ ഒരാൾ കൂട്ടുകാരനാണെന്ന് പറയുന്ന നാണമില്ലേ മെൽവിന്? ആനി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമല്ല മെൽവിൻ, ഞാൻ പോവാ. ഫേസ്ബുക്ക് ഇല്ലാത്ത ഭയങ്കര ചതിയായി. ഒന്ന് വാട ഇങ്ങോട്ട്. മച്ചനെ ഇത് കണ്ടോടാ. ഒന്ന് കിടുവാടാ. നീ എപ്പോഴും ഫേസ്ബുക്കിൽ തന്നെയാണോടാ ഇരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലടാ. എന്ത് പറയാനാ. വന്നല്ലേ എന്നോട് ഭയങ്കര ചിരിയാണല്ലോടാ. എന്നോടോടെ പറ, ഞാനോടെ ചിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ചിരിക്കണ്ട. സൂരജ് എന്തിയടാ? നീ അവന്റെ കാര്യം വിട്, നമുക്ക് വേറെ എന്തേലും ഒക്കെ സംസാരിക്കാം. ചുമ്മാ അവൻ എവിടാടാ? നീ പറ, എനിക്കിപ്പോ അവനെ കാണണോടാ. ഞാൻ നിനക്ക് അവനെ കാണിച്ചു തരാം, പക്ഷേ നീ അവന്റെ അടുത്തേക്ക് പോകരുത്. അതെന്താടാ? ഇപ്പോ അവന്റെ അവസ്ഥ അങ്ങനെയാണോ? അവൻ അങ്ങനെ ആയിപ്പോയി. എന്തായി പറയുന്നേ? അവൻ എന്താ പറ്റിയേ? ഞങ്ങൾക്ക് കഴിഞ്ഞില്ലടാ, അവനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളിരുന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എവിടെ? എനിക്കിപ്പോ അവനെ കാണണം. അവനെ കാണാൻ വല്ല മാർഗം ഉണ്ടോടാ? അത് അതാ നമ്മുടെ സൂരജ്. അപ്പോ സൂരജേ, എടാ മെൽവിനെ പോവണ്ട നീ. സൂരജ് നിക്കടാ. എടാ വേണ്ട, പോവണ്ട നീ. എടാ വേണ്ട, നീ നിക്ക്. സൂരജേ, എടാ മെൽവിനെ നിക്കടാ. എടാ മെൽവിൻ നിക്കാൻ. നീ പോവണ്ട. എടാ പോവണ്ടടാ നീ. എടാ പോവണ്ടടാ മെൽവിനെ. വാടാ. എടാ വാടാ. എടാ അവന്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. വാടാ. എടാ വാടാ. എടാ വണ്ടി. എടാ വാടാ. ഞങ്ങളല്ലേ പറയുന്നേ. അവനെന്താടാ പറ്റിയേ? എന്ത് ചെയ്യാനാടാ, ഒന്നും പറയണ്ട. പഠിക്കുന്ന സമയത്ത് അവൻ മദ്യപാനം തുടങ്ങിയടാ. പിന്നീട് സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കി, എവിടെയൊക്കെ പോയി. ഇപ്പോതാ ഇങ്ങനെയൊക്കെ അവസ്ഥയിലായി. ഞങ്ങൾ പലതവണ പറഞ്ഞു നോക്കി, അവൻ ശരിയായി. എനിക്കിപ്പോ അവനോട് സംസാരിക്കണോടാ.
ഏതായാലും നീ വന്നില്ലേടാ, നീ അവനെ ഒന്ന് വിളിച്ചു നോക്കൂ. സൂരജ്, നമുക്കവനെ പഴയ നിലയിലാക്കണോടാ, നമുക്കവനെ പഴയ സൂരജാക്കി മാറ്റണോടാ. അവനോടൊക്കെ ഞാൻ പറഞ്ഞതാ, എന്നെ ഒന്നും ചേർത്തില്ല. നീയൊക്കെ പോടാ, എനിക്ക് നിന്നൊന്നും വേണ്ടടാ. കൂട്ടുകാരും കൂടെ നിനക്കെന്നെ മനസ്സിലായോടാ? ബാ, എനിക്കെന്നോട് കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് ഹലോ ഹലോ ഡാ ഷമീറേ, ഷമീറേ, സൂരജ് ഇവിടെ ഉണ്ടാ? നിങ്ങൾ വേഗം വീട്ടിലോട്ടൊന്ന് വന്നേ. മെനുവിനെ എന്താടാ ഇവനെവിടെ നിന്ന് കിട്ടിയടാ? ഓ, അത് കിട്ടിയടാ. ബാ വേഗം ബാ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ചേ നാശം. എന്നാ വാ, നമുക്ക് പോവാം. വാ. അർജുൻ എന്തേ? ഓ, അവൻ വഴിക്ക് വെച്ച് കയറിക്കണം, നമുക്ക് പെട്ടെന്ന് പോകാം. ആശുപത്രിയാന്ന് കേട്ടപ്പോ ഇത്രയും വിജൃംഭിച്ചാന്ന് വിചാരിച്ചില്ല. കൊച്ചാട്ടോ, ഈ മീറ്ററൊക്കെ വർക്കാന്ന്? ഒന്ന് പെട്ടെന്ന് വാടേ. നശിച്ച വേര്. എന്റെ ദൈവമോടെ റേഞ്ച് ഉണ്ടോ ആവോ? വാടാ ഇങ്ങോട്ട്. ഒന്ന് കേറി പോടാ ഇന്നത്തേക്ക്. മിണ്ടാതെ വാടാ. റേഞ്ച് ഇല്ല. ഇത് റേഞ്ച് കിട്ടി. ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നു. ഡോക്ടർ, ഡ്രഗ്സിന് അടിമയായ ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ഡോക്ടർ. നിങ്ങൾ വിഷമിക്കാതെ എല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ആരാണ് മെൽവിൻ? എന്താ ഡോക്ടർ വിളിച്ചത്? സൂരജിൽ നിന്ന് ഞാൻ ചിലതൊക്കെ ചോദിച്ചറിഞ്ഞു. ഒരിക്കലും നല്ല കൂട്ടുകാരിൽ സംഭവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, അതൊന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സഹോദരൻ ഇന്ന് ഈ നിലയിൽ ഇവിടെ കിടക്കുന്നത്. ഞാൻ മുംബൈയിലാണ് താമസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും അറിയുന്നത്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അർജുനെയും ഷമീറിനെയും വിളിക്കാതെ മെൽവിനെ മാത്രമായിട്ട് ഞാൻ വിളിച്ചത്. ഡോക്ടർ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത്?
സൂരജിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാര് ആ അർജുനും ഷമീറും മാത്രമാണ്. ഡോക്ടർ, ഇവര് 3 പേരും ഒരു ക്ലാസ്സിലല്ലേ പഠിച്ചിരുന്നത്? അതെ ഡോക്ടർ. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഞാനും അർജുനും ഷമീറും. കളിയും ചിരിയും തമാശകളും നിറഞ്ഞ ഞങ്ങളുടെ ആ സ്കൂൾ ജീവിതം. ഞങ്ങൾക്കിടയിൽ യാതൊരു സ്വകാര്യതയും ഇല്ലായിരുന്നു. എല്ലാ സുഖദുഃഖങ്ങളും ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു. പഠനത്തിലും മറ്റ് കലാപരിപാടികളിലും മുമ്പിൽ നിന്നിരുന്ന ആ പഴയ സൂരജിനെ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ ഒരു നല്ല കുട്ടിയായി ജീവിക്കുവാനുള്ള വിശ്വാസം എന്നിലുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ദിവസം എത്ര നേരം കൊണ്ട് വിളിക്കാന്നറിയോ?